ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി വി വേണു ന്യൂസ് 18 ചേരുന്നു. എന്താണ് സാർ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം? നമ്മുടെ ആ പുഴ കടക്കാൻ 2 ടീമുകൾക്ക് പുഴ കടക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ മുണ്ടക്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ മുണ്ടക്കൈയിൽ എത്തിയിട്ട് റിപ്പോർട്ട് നൽകിയാലാണ് നമുക്ക് അവിടുത്തെ വ്യക്തമായ ചിത്രം കിട്ടുള്ളൂ. ഈ പൂർണ്ണമായി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തവരുടെ എണ്ണം മാത്രമാണ് 54 ഈ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളും ഒഴുകി നടക്കുന്നുണ്ടോ എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഈ ഔദ്യോഗികമായ ഒരു സംഖ്യ എത്രയാണെന്ന് നമുക്ക് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇപ്പോഴും നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു നമ്പറിലേക്ക് എത്തിയിട്ടില്ല. കാരണം പലപ്പോഴും ഇതുപോലെ ബോഡി പാർട്സിന്റെ പ്രശ്നമുണ്ട്, ഐഡന്റിഫിക്കേഷന്റെ പ്രശ്നമുണ്ട്, അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ നമ്മളൊരു സ്ഥിരീകരിച്ചൊരു നമ്പറിലേക്ക് എത്തുള്ളൂ. ഈ വയനാട് ചുരമല്ലാതെ അവിടേക്ക് എത്തുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും മാർഗം സജ്ജമാക്കിയിട്ടുണ്ടോ ഈ സൈന്യത്തിനടക്കം? ഇപ്പോൾ അവിടേക്ക് പോകാൻ വേറെ മാർഗങ്ങളില്ല. ഈ പുഴ കടന്നു തന്നെ വേണം പോകാൻ. എയർ ഡ്രോപ്പിംഗ്, എയർ റെസ്ക്യൂ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് അത് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള എന്ത് നീക്കമാണ് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുഴ കടന്ന് 2 ടീമുകൾ പുഴ കടന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇനിയും കൂടുതൽ ടീമുകളെ പുഴ കടക്കാൻ നമുക്ക് സാധ്യമായാൽ അവർ ബൈ ഫുട്ട് പോയി അവർ ആദ്യത്തെ റെസ്ക്യൂ മിഷൻ അവർ ആ മിഷനിൽ ഏർപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. പുലർച്ചെ തുടങ്ങിയ രക്ഷാദൌത്യമാണ്, രക്ഷാദൌത്യത്തിന്റെ ഏകോപനമാണ് ഈ ദുരന്ത നിവാരണ സേന അതോറിറ്റിയുടെ ഓഫീസിൽ വിവിധ വകുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ ജിയോഗ്രാഫിക്കൽ മാപ്പ് വെച്ചുകൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച്, അതായത് അപകടം ഉണ്ടായിരിക്കുന്ന കൃത്യമായ സ്ഥലത്തേക്ക് രക്ഷാസേനയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് പുലർച്ചെ മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഒറ്റപ്പെട്ടു പോയ ചൂരൽമലയുടെ താഴെഭാഗത്തുള്ള 2 പ്രദേശങ്ങളിലേക്ക് ദൗത്യസംഘത്തിന് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം പങ്കുവെക്കുമ്പോൾ ഇനി ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിന് മുമ്പ് കുടുങ്ങിക്കിടക്കുന്ന 200-ലധികം ആളുകളെ ആ ഭാഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹസികമായ ദൗത്യമാണ് വയനാട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.